സൂ ഫ്രം സോ എന്ന സിനിമ OTT റിലീസായിട്ടുണ്ട്. മലയാളം ഡബ്ബും അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി മലയാളം ഡബ്ബിംഗ് ആണ് സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നല്ലൊരു കോമഡി സിനിമയാണ്. 96 മെയ്യഴകൻ സിനിമയുടെ ഡയറക്ടറായ പ്രേംകുമാർ അടുത്തതായിട്ട് സംവിധാനം ചെയ്യാൻ വന്ന ചിത്രത്തിൽ നായകനാവുന്നത് ഫഹദ് ഫാസിലാണ്. സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഫഹദ് ഫാസിൽ, ജിത്തു ജോസഫ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം ഡിസംബർ മാസത്തിലോ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി മാസത്തിലോ ആയിരിക്കും തുടങ്ങുന്നതെന്ന് ജിത്തു ജോസഫ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയായിരിക്കും സിനിമയുടെ മെയിൻ ലൊക്കേഷൻ. ജിത്തു ജോസഫിൻ്റെ റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് മിറാഷ്. ഈ ഒരു സിനിമ ആദ്യം ഹിന്ദിയിൽ പ്ലാൻ ചെയ്ത ചിത്രമായിരുന്നു. എന്നാൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ഫീമെയിൽ ലീഡായിട്ടുള്ള സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ പല ഹിന്ദി ആക്ടേഴ്സും റിജക്റ്റ് ചെയ്തു. അങ്ങനെ മലയാളത്തിലേക്ക് തന്നെ ജിത്തു ജോസഫിന് ഈ ഒരു സിനിമ ചെയ്യേണ്ടി വന്നു. അപർണ ബാലമുരളിയാണ് ഈ ഒരു സിനിമയിൽ മെയിൻ ലീഡായിട്ട് എത്താൻ പോകുന്നത്. അപർണ ബാലമുരളിയോടൊപ്പമുള്ള റോളാണ് ആസിഫ് അലി ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത്. അതുപോലെ ഹക്കീം ഷായും സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോള് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 19 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് സിംഗിൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ശ്രീഗോകുലം മൂവീസാണ് സിനിമ വിതരണത്തിനെത്തിക്കുന്നത്. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് കേരളത്തിലെ സിനിമയുടെ തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓവർസീസ് പാർട്ട്ണർ ഫാർസ് ഫിലിംസ് ആണ്. സിനിമ ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല. ലോക സിനിമയുടെ 13 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 8 ദിവസത്തെ സിനിമയുടെ ടോട്ടൽ കേരള കളക്ഷൻ 38,64,00,000ആണ്. 9-ാം ദിവസം 5,82,00,000, 10-ാം ദിവസം 7,30,00,000, 11-ാം ദിവസം 7,14,00,000, 12-ാം ദിവസം അങ്ങനെ ആകെ മൊത്തം കേരള കളക്ഷനായിട്ട് 13-ാം ദിവസം 4,18,00,000, 68,18,00,000ആണ്. ലോക സിനിമയുടെ 13 ദിവസത്തെ ഡൊമസ്റ്റിക് കളക്ഷൻ എത്രയായിരുന്നു നോക്കാം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1,80,00,000 13-ാം ദിവസം സിനിമ നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഇതുവരെ 39,89,00,000, കേരളത്തിൽ നിന്നും 68,14,00,000. അങ്ങനെ സിനിമയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് ഗ്രോസ് കളക്ഷൻ എന്നത് 108 കോടി രൂപയാണ്. ലോക സിനിമയുടെ 13 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 202,89,00,000 ആയിട്ടുണ്ട്. സിനിമ 200 കോടി ക്ലബിലേക്ക് കടന്നതിന് ശേഷം ലോക സിനിമയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട്. അങ്ങനെ ലോക സിനിമ 13 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ്. ലോക സിനിമയുടെ 200 കോടി റെക്കോർഡുകൾ നോക്കാം. ഏറ്റവും വേഗതയേറിയ 2ാമത്തെ 200 കോടി, മോളിവുഡിൻ്റെ 4ാമത്തെ 200 കോടി ചിത്രം, ഈ വർഷത്തെ 3ാമത്തെ 200 കോടി ചിത്രം, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ ലീഡ് 200 കോടി ഗ്രോസറായുള്ള ചിത്രം.